ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. 22-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വചനം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക. ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനങ്ങളിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവമേ, അങ്ങ് പരിശുദ്ധനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എവിടാണ് ദൈവം ഉപവിഷ്ടനായിരിക്കുന്നത്? എവിടെയാണ് ദൈവം ഇറങ്ങി വസിക്കുന്നത്? ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനങ്ങളിൽ. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ കുടുംബ സിനഡ് അനന്തര അപ്പസ്തോലിക ആഹ്വാനമായ സ്നേഹത്തിൻ്റെ ആനന്ദം 314 നമ്പറിൽ പ്രതിപാദിക്കുന്ന മനോഹരമായ ഒരു കാര്യമുണ്ട്. ഇതേ കാര്യത്തെ പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പിതാവ് പറയാണ്, അവിടത്തേക്ക് മഹത്വം നൽകുന്ന വൈവാഹിക സ്നേഹത്തിൽ അവിടുന്ന് വസിക്കുന്നു. അതായത് ദൈവത്തിന് മഹത്വം നൽകുന്ന ഒരു കുടുംബ ജീവിതത്തിൽ, ദൈവത്തിന് മഹത്വം നൽകുന്ന ഒരു ദമ്പതികൾക്കിടയിൽ, ദൈവത്തിന് മഹത്വം നൽകുന്ന ഒരു സമൂഹത്തിൽ, ഒരു ദേവാലയത്തിൽ അവിടുന്ന് വസിക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വം നൽകുന്ന എല്ലാ ജീവിതങ്ങളും കൃപയുടെ ജീവിതങ്ങളാണെന്ന് പരിശുദ്ധ പിതാവ് വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തെ എപ്പോൾ നമ്മൾ മഹത്വപ്പെടുത്തുന്നുവോ അപ്പോഴൊക്കെ ദൈവം ഇറങ്ങി വസിക്കുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 14-ാം വചനം നമുക്ക് പരിചിതമാണ്. എന്താണ്? വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവിടുത്തെ മഹത്വം നമ്മൾ ദർശിച്ചു. എന്താ നമ്മൾ ദർശിച്ചത്? ദൈവത്തിൻ്റെ മഹത്വം. ഈ ദൈവത്തിൻ്റെ മഹത്വമാണ് പഴയ നിയമത്തിൽ ഇങ്ങനെ ഇറങ്ങി വരുന്നത് മോശ കണ്ടത്, ഇസ്രായേൽ ജനം കണ്ടത്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വമാണ് ഇറങ്ങി വന്ന് കൂടാരത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇസ്രായേൽക്കാർ കണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി അവരനുഭവിച്ചറിഞ്ഞത്. ഈ ദൈവത്തിൻ്റെ മഹത്വമാണ് ഒരു ശിശുവിൻ്റെ രൂപം പൂണ്ട് ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. അതാണ് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം എന്ന് പറയുന്നതായ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ മഹാരഹസ്യം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദൈവമഹത്വം ഇന്ന് നമ്മുടെ കൂടെ വസിക്കുന്നു. എപ്പോഴൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവൃത്തികളുണ്ടോ അപ്പോഴൊക്കെ ദൈവം കൂടെ വസിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയൊക്കെ നഷ്ടപ്പെടുന്നോ അവിടെയൊക്കെ ജീവിതത്തിന് മഹത്വം ഇല്ലാതെ പോകുന്നുണ്ട്. നമ്മൾ ചിലരെക്കുറിച്ചൊക്കെ പറയാറില്ലേ, എന്തൊരു മഹത്വമുള്ള ജീവിതം അല്ലേ? എന്താ കാരണം? അതായത് നല്ല ചൈതന്യമുള്ള ജീവിതത്തിൻ്റെ ഏത് മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിക്കും ആയിരിക്കുന്ന സ്ഥിതിയിൽ ഒരു മഹത്വമുണ്ട്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ അധപ്പതിച്ച് കിടക്കുന്ന ഒരു ദയനീയ അവസ്ഥയുണ്ട് ഇല്ലേ? അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വ്യത്യസ്തമാക്കുന്ന എന്താണ്? അത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അതാണ് അപ്പസ്വലന്മാർ ആ ഒരു ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ടുകൊണ്ട് എമ്മാവൂസിലേക്ക് പോകുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി, ഞങ്ങളുടെ കൂടെ വസിക്കുക. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് സായാഹ്നം വന്നു കഴിഞ്ഞു, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതേ വിശ്വാസത്തിൽ ഇരുളിമ നിറഞ്ഞു കഴിഞ്ഞു. ഇനി നീ വന്ന് വസിച്ചാലേ എന്തുള്ളൂ? പ്രകാശമുള്ളൂ. നീ വന്ന് വസിച്ചാലേ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തുള്ളൂ? മഹത്വമുള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രൈസ്തവ ജീവിതം മഹത്വമുള്ളതായി മാറുന്നത് എപ്പോഴാണ്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി നമ്മളിൽ നിറയുമ്പോഴാണ്. ഒരു കുടുംബം എന്തേലും അസ്വസ്ഥത പേർന്നായിക്കോട്ടെ, ഒരുപാട് കടബാധ്യതകളോ പ്രതിസന്ധികളോ ഉണ്ടായിക്കോട്ടെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ളതായ ബലഹീനതകളും പാപാവസ്ഥകളും ഉണ്ടായിക്കോട്ടെ, പക്ഷെ ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്ന ഒരു വ്യക്തിയാണോ ആ വ്യക്തിയുടെ ജീവിതം സാവധാനം ദൈവത്താൽ പ്രകാശിതമായി മഹത്വമുള്ള ഒരു ജീവിതമായിട്ട് മാറും. ദൈവം വസിക്കുന്ന ഇടമാണ് ദൈവത്തിന് മഹത്വം നൽകുന്ന ജീവിതം. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിക്കുമ്പോൾ ഓരോ ജീവിതവും മഹത്വമുള്ള ജീവിതമായിട്ട് മാറുകയാണ്. ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മശക്തിയാൽ പൂരിതരാകാനായിട്ടുള്ള ആഗ്രഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കാം. എന്തിനാണ് ദൈവത്തിന് ആത്മാവിൽ പൂരിതമാകുന്നത്? ഈ കാലഘട്ടങ്ങളിൽ ഒരു കൃപയുടെ ജീവിതം നയിക്കാൻ. എന്താണ് കൃപയുടെ ജീവിതം? ദൈവത്തിന് മഹത്വം നൽകുന്ന ജീവിതം. അതെന്താണ്? അതാണ് ദൈവം വസിക്കുന്ന ജീവിതം. അപ്പോൾ ദൈവം വസിക്കുന്ന ജീവിതമായിട്ട് മാറാൻ വേണ്ടിയിട്ട് അതിയായ ഒരു ആഗ്രഹം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിലും ഇപ്പോൾ വേണം. എൻ്റെ ഉള്ളിൽ ദൈവം വസിക്കണം, എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണം, ദൈവത്തിൻ്റെ നാമത്തെ ഈ ഭൂമിയിൽ പരിശുദ്ധമാക്കാൻ ഉതകുന്ന ഒരു ക്രൈസ്തവ ജീവിതം ഞാൻ കെട്ടിപ്പടുക്കണം. ഈ ആഗ്രഹത്തോടെ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? ഒന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാ ദൈവമക്കളും ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ഒന്ന് ആരാധിക്കുകയാണ്. പരിശുദ്ധാത്മാവ്
പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് നിറയണം എന്നുള്ള ദാഹത്തോടെ പ്രാർത്ഥിക്കണം. എല്ലാവരും തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് ഇറങ്ങി വസിക്കട്ടെ. അവിടെ നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിൻ്റെ ശക്തിയാൽ പ്രകാശിതമാകട്ടെ. അവൻ പിറന്നപ്പോൾ അർദ്ധരാത്രിയിലും ലോകം മുഴുവൻ പ്രകാശം പരന്നു. അവൻ മരിച്ചപ്പോൾ നട്ടുച്ചയ്ക്കും ലോകം മുഴുവൻ അന്ധകാരത്തിലായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവൻ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടെങ്കിൽ, അവിടുത്തെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ പ്രകാശിതമായ ജീവിതമായി, മഹത്വമുള്ള ജീവിതമായിട്ട് മാറുക. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാമോ? മനസ്സൊന്ന് ഏകാഗ്രമാക്കിക്കൊണ്ട് കണ്ണുകളൊരു നിമിഷം അടച്ച് ദൈവിക സാന്നിധ്യത്തിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് നിറയാനുള്ള ആഗ്രഹത്തോടെ എല്ലാ ദൈവമക്കളും ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലേക്ക് നിറയണം. ദൈവത്തിൻ്റെ ചൈതന്യം എൻ്റെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ നിറയണം. എൻ്റെ മനസ്സിലുള്ള, എൻ്റെ ഹൃദയത്തിലുള്ള അസ്വസ്ഥകൾ മാറണം. എൻ്റെ ശരീരത്തിൽ കൂടിയിരിക്കുന്ന പാപാവസ്ഥകളുടെ ഇരുളിമകൾ ഇപ്പോൾ നീങ്ങിപ്പോകണം. പരിശുദ്ധാത്മാവിൻ്റെ ദൈവിക ശക്തി എന്നിലേക്ക് വ്യാപരിക്കണം. ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായി, അവൻ പരിശുദ്ധൻ ജ്വാലയായി മാറുന്ന യെശയ്യാ 10:17 വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയാനുള്ള ആഗ്രഹത്തോടെ ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാ ദൈവമക്കളും ഒരുമിച്ച് ചേർന്ന് ജീവിക്കുന്ന കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുന്ന നിമിഷങ്ങളാണ്. മകനെ, മകളെ, നീ ആയിരിക്കുന്ന സ്ഥലത്ത് നീ ഇപ്പോൾ ഒറ്റയ്ക്കേ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ നീ തിരിച്ചറിയണം, ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലായിരുന്നു കൊണ്ട് ഒരുപാട് മക്കൾ ഹൃദയം ചേർത്ത് വെച്ച് ആത്മാവിൽ ജ്വലിക്കുന്ന അഭിഷേകത്തിൻ്റെ നിമിഷങ്ങളായത്. നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ ഹൃദയത്തിലേക്ക് ഒരു ദൈവിക ശക്തിയുടെ പ്രകാശം നിറയുന്ന ഒരു സമയമാണിത്. ആഗ്രഹത്തോടെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തെ ഒന്ന് വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, മഹത്വം നൽകുന്ന കർത്താവേ, സ്തുതികളിൽ വസിക്കുന്നവനെ, ഞങ്ങളുടെ ജീവിതങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്ന ജീവിതങ്ങളായി ഈ ലോകത്തിൽ മാറുമ്പോൾ അവിടുത്തെ ചൈതന്യത്താൽ ഞങ്ങളെ പൂരിതരാക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഓരോ കുടുംബങ്ങള്, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങള് അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യത്താൽ മഹത്വമുള്ളതാക്കി തീർക്കുന്ന കർത്താവേ, അങ്ങയുടെ നാമത്തെ ആരാധിക്കുന്ന ഈ സമൂഹത്തിലേക്ക് ശക്തിയായി ആവസിക്കണമേ. പരിശുദ്ധാത്മാവേ, ഉന്നത ശക്തിയെ ഇപ്പോൾ ആവസിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഉന്നത ശക്തിയായവനെ, ഞങ്ങളുടെ ശരീരങ്ങൾ, മനസ്സുകൾ, ഹൃദയങ്ങൾ, ആത്മാവ് ഇപ്പോൾ അങ്ങയുടെ സ്നേഹത്താൽ നിറയാൻ അവിടെ ഇറങ്ങി വസിക്കണമേ. ആമേൻ, ആമേൻ. കൈകളടിച്ച് എല്ലാവരും ചേർന്ന് ആഹ്ലാദത്തോടെ, ആനന്ദത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി പാടത്തെ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ, ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ജീവവേഗം ആത്മാവേ, ജീവിതവേഗം ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നിയയക്കണമേ. ജീവവേഗം ആത്മാവേ, ജീവിതവേഗം ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നിയയക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നിൽ നീ. ഓരോ മക്കളിലും നിറയട്ടെ പരിശുദ്ധാത്മാവേ, ദൈവിക ശക്തിയുടെ അഗ്നി ഇപ്പോൾ ഇറങ്ങട്ടെ. എന്നിൽ നീ തീയായി മാറ്റണമേ. കൈകൾ താഴ്ത്തിക്കൊട്ടെ. പരിശുദ്ധാത്മാവിന്റെ നവ്യമായ ഒരു അഭിഷേകം നമ്മുടെ എല്ലാവരുടെ ജീവിതങ്ങളിലേക്ക് നിറയട്ടെ. മാമോദീസ വഴി ദൈവമക്കളായിട്ട് ഉയർത്തപ്പെട്ട ഓരോ ജീവിതങ്ങളും പരിശുദ്ധാത്മാവിൽ ജ്വലിക്കുന്ന ജീവിതങ്ങളാണ്. കഴുകി ശുദ്ധീകരിക്കപ്പെട്ട ജീവിതങ്ങളാണ്. വിശുദ്ധ ജലം തളിക്കപ്പെട്ട ജീവിതങ്ങളാണ്. കർത്താവ് ആ ജീവിതത്തിന് മേൽ അവിടുത്തെ ആത്മാവിന്റെ ശക്തി നിവേശിപ്പിക്കും. ഒരു പുതിയ അഭിഷേകം നിറയ്ക്കും, ഒരു പുതിയ ചൈതന്യം നിറയ്ക്കും. ആഗ്രഹത്തോടെ ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. ഏലിയായുടെ ദൈവമേ അഗ്നിയയക്കണമേ, എലീശായുടെ ദൈവമേ പ്രവാചകന്മാരിൽ നിറഞ്ഞ ശക്തിയേ, ഏലിയായുടെ ദൈവമേ അഗ്നിയയക്കണമേ, ഏലിയായുടെ ദൈവമേ ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ, ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയാൽ ശക്തിയായി എന്നിൽ നിറയണമേ, അഗ്നിയാൽ ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പൂരിതമാകട്ടെ. ഒരു പുതിയ അഭിഷേകം നിറയട്ടെ, ഓരോ മനസ്സുകളിൽ നിറയട്ടെ, ഓരോ ജീവിതങ്ങളിൽ നിറയട്ടെ. പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളിലേക്കും പരിശുദ്ധാത്മാവിന്റെ അഗ്നിശക്തി ഇപ്പോൾ നിറയട്ടെ. ഒരു പുതിയ അഭിഷേകം നിറയട്ടെ, ഒരു പുതിയ ശക്തി വ്യാപരിക്കട്ടെ.
വ്യാപരിക്കട്ടെ. ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഇറക്കപ്പെടുന്ന തീഷ്ണതയോടെ ശക്തിയോടെ ജീവിക്കുന്ന കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ കൂട്ടായ്മയിൽ ഹൃദയങ്ങൾ ചേർത്ത് വെച്ച് ജ്വലിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വചനം ശ്രവിക്കാൻ ഹൃദയം തുറക്കപ്പെടട്ടെ. ഹൃദയ നിലങ്ങൾ ദൈവസ്നേഹത്താൽ നിറയട്ടെ. ഹൃദയ നിലങ്ങൾ ആത്മാവിന്റെ ശക്തിയാൽ നിറയട്ടെ, പൂരിതമാകട്ടെ. ആത്മനദി ഒഴുകി വരട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി എന്നിൽ നീ. കണ്ണുകൾ അടച്ച് ഏകാഗ്രതയിൽ പ്രാർത്ഥിച്ച് ദൈവത്തെ കണ്ട് പ്രാർത്ഥിച്ച് കത്തിപ്പടരണമേ. ഹൃദയത്തിൽ ജ്വലിക്കണമേ. ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. തീഷ്ണതയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കിരിക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു വെച്ച കാര്യത്തിൻ്റെ ബാക്കി അതിലേക്ക് ഒരല്പം കൂടെ ആഴമായിട്ട് ഇറങ്ങി നമ്മൾ ചിന്തിച്ചു പോകുകയാണ് ഈ സമയത്ത്. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 38 അവസാനത്തിൽ ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ് 39 നമ്മൾ കണ്ടെത്തുക. കർത്താവേ, അങ്ങ് എവിടാണ് വസിക്കുന്നത്? ഈശോ പറയുന്നുണ്ട്, വന്ന് കാണുക. എന്നിട്ട് സുവിശേഷകൻ കൂട്ടിച്ചേർക്കുകയാണ്, അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. അപ്പം ഞാൻ ഓർക്കാണ്, ആ ശിഷ്യന്മാരെന്ത് ഭാഗ്യവാന്മാരാണ്. അവർ അവനോട് കൂടെ പോയി, അവൻ വസിക്കുന്നിടം കണ്ടു, അവനോട് കൂടെ താമസിച്ചു. അങ്ങനെ അവനോട് കൂടെ താമസിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു ജ്വലനമാണ് ഇങ്ങനെ അവനെ അനുഗമിക്കാനായിട്ട് അവരുടെ ജീവിതങ്ങളെ പര്യാപ്തമാക്കുക. അങ്ങനെ ആയിരിക്കുകയല്ലേ? അല്ലെങ്കിൽ വെറുതെ ഒരു വ്യക്തിയുടെ കൂടെയൊക്കെ പോയി താമസിച്ച് കണ്ട് പഠിച്ച് കാര്യങ്ങളൊക്കെ ഗ്രഹിച്ച് കഴിയുമ്പോൾ അത്ര ചേരുന്നതല്ലെന്ന് തോന്നിയാൽ ഇറങ്ങിപ്പോകുമോ? ഇല്ല. അപ്പം നോക്കിക്കേ, അവർ അവനോടൊപ്പം ചെന്ന് അവനോട് കൂടെ വസിച്ച് അവൻ വസിക്കുന്നിടം കണ്ട് അവനെ കണ്ട് കേട്ട് സ്പർശിച്ച് അനുഭവിച്ച് അവനോട് കൂടെ താമസിച്ചു. ഈ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് എമ്മാവുസിലേക്ക് പോയ അവർ പറഞ്ഞത്, കർത്താവേ, പകൽ അസ്തമിക്കാറായി, ഞങ്ങളുടെ കൂടെ വസിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ ആ സാന്നിധ്യത്തിൻ്റെ ശക്തി, ആ സാന്നിധ്യത്തിൻ്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഞങ്ങളത് ആഗ്രഹിക്കുക, ഞങ്ങളുടെ കൂടെ വസിക്കണം കർത്താവേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇങ്ങനെ ചിലപ്പോഴൊക്കെ ഈ സാന്നിധ്യത്തിൻ്റെ ശക്തി, അതുമൂലമുണ്ടാകേണ്ട ജീവിതത്തിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു പോകുന്ന ചില സ്ഥിതിയുണ്ട്. ഉണ്ട്. അപ്പോൾ അത് ഒന്ന് വീണ്ടെടുക്കണം. ഇതാണ് നമ്മൾ ഈ സമയത്ത് ചിന്തിച്ചു പോകുക. അങ്ങനെയാണെങ്കിൽ എവിടാണ് അവൻ വസിക്കുന്നത്? ഇന്നിപ്പോൾ തിരിച്ചറിയേണ്ടത് അതുകൂടെയാണ്. കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ചില വശങ്ങളാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. സങ്കീർത്തനം 123 1-ാം വചനത്തിൽ സങ്കീർത്തകൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക, സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങയിലേക്ക് ഞാനിതാ കണ്ണുകൾ ഉയർത്തുന്നു. എവിടെ വസിക്കുന്നവനെ? സ്വർഗത്തിൽ വസിക്കുന്നവനെ. അപ്പൊ എവിടെ വസിക്കുന്നത്? സ്വർഗത്തിൽ. ഈ ചിന്തയിലാണ് ഈശോ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നത്, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ എവിടെ ഉണ്ട് ദൈവ സാന്നിധ്യം? സ്വർഗത്തിലുണ്ട്. ഇത് യഹൂദ ചിന്താഗതിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ മനോഭാവങ്ങളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 1-ാം വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുക, ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. അപ്പോൾ നോക്കിക്കേ,
ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിൽ ഉള്ളവയെ അന്വേഷിക്കുവിൻ. അപ്പോൾ എവിടെ ക്രിസ്തു വസിക്കുന്നത്? ഉന്നതത്തിൽ. എവിടെ? സ്വർഗത്തിൽ. ആ സ്വർഗത്തിൻ്റെ മഹത്വം വിട്ട് ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വസിച്ചതാണ് എന്ത്? യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ് യോഹന്നാൻ സുവിശേഷത്തിന്റെ 6:38 ഈശോ പറഞ്ഞു വെക്കുക, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇറങ്ങി വന്നത്? അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാൻ. എവിടെ നിന്ന്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഈശോയുടെ സ്ഥാനം എവിടെയാണ്? സ്വർഗത്തിൽ. ദൈവം എവിടെ വസിക്കുന്നുണ്ട് ഈ ചിന്താഗതിയിൽ? സ്വർഗത്തിൽ. അപ്പൊ നമ്മൾ എവിടാണ് ആത്യന്തികമായിട്ട് ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട് എന്നെന്നും അവിടുത്തെ കൂടെ ആയിരിക്കാനായിട്ട് എത്തിച്ചേരേണ്ടത്? സ്വർഗത്തിൽ. അതുകൊണ്ടാണ് ഒരു ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഒരു സന്ദർശനം മാത്രമാണ്. യഥാർത്ഥ വാസസ്ഥലം അവിടാണ്. ഭൗമികമായ ഭവനം ഈ ലോകത്തിലുള്ളത് മാത്രമാണ്. നമുക്കൊക്കെ ഒരു വീട് ഇങ്ങനെ സ്വർഗത്തിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് യുവജന മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. അവിടെ എത്താതെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ വീട് ഇങ്ങനെ ആള് താമസം ഇല്ലാതെ ശൂന്യമായിട്ട് കിടക്കുക. അപ്പോൾ പോകണ്ട അങ്ങോട്ട് വേണം. അപ്പോൾ എവിടാണ് നമ്മൾ ദൈവത്തോടു കൂടെ നിത്യമായിരിക്കുക? സ്വർഗത്തിൽ. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ അതാണ് ഒന്നാമത്തെ തിരിച്ചറിവ്. ദൈവം എവിടെ വസിക്കുന്നു? അവിടുന്ന് സ്വർഗത്തിൽ വസിക്കുന്നു. ഇനി അടുത്ത പടിയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. യോഹന്നാൻ സുവിശേഷത്തിന്റെ 11:40 മർത്താ മറിയം സഹോദരിമാരോട് ഈശോ ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ ഒരു വാക്കുണ്ട്. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. നമുക്കതിന്റെ പശ്ചാത്തലമൊക്കെ അറിയല്ലേ. അതായത് ലാസറിനെ ഉയർപ്പിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഈശോ അവൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ സങ്കടത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവസാന വിധി ദിവസത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഈശോ പറയുന്നത് എന്താണ്? ഇപ്പോൾ നടക്കാൻ പോകുന്ന ഉത്ഥാനത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് പറയുക, വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കും. യോഹന്നാൻ സുവിശേഷത്തിന്റെ 1:14 നമ്മളിങ്ങനെ വായിക്കുകയാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവിടുത്തെ മഹത്വം നമ്മൾ ദർശിച്ചു. എന്ത് ദർശിച്ചു? അവിടുത്തെ മഹത്വം ദർശിച്ചു. ഇവിടെ പറയാണ്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. അപ്പോൾ എങ്ങനെയാണ് പിതാവിൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം നമ്മൾ ദർശിക്കുക? എങ്ങനാ? വിശ്വസിക്കുന്നതിലൂടെ. അപ്പോൾ അടുത്ത പടിയിലേക്ക് നമ്മൾ കിടക്കാണ്. ഈ സ്വർഗത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, സ്വർഗത്തിൽ വസിക്കുന്ന പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ദർശിച്ച ആ കൃപയുടെ മഹത്വത്തെ നമ്മൾ വിശ്വസിക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് രക്ഷകനും നാഥനുമായി സ്വീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടുന്ന് നമ്മൾ വസിക്കുന്നു. അതാണ് ഈശോ ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറയുന്ന മനോഹരമായൊരു കാര്യമുണ്ട്. എന്താണ്? നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആ വീടിന് എന്താശംസിക്കണം? സമാധാനം എന്നാദ്യമേ ആശംസിക്കണം. എന്നിട്ട് പറയാണ്, സമാധാനം അവരിലുണ്ടെങ്കിൽ അത് അവിടെ വസിക്കും, ഇല്ലെങ്കിൽ അത് മടങ്ങും നിങ്ങളിലേക്ക്. അപ്പോൾ ആരാണ് സമാധാനം? ഈശോ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ എന്താണ് ഈ ലോകത്തിലേക്ക് നൽകിയത്? സമാധാനം. ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം ഈശോ ഓരോ പ്രത്യക്ഷപ്പെടലിലും ആശംസിക്കുന്ന കാര്യം എന്താണ്? സമാധാനം. ഈ കാലഘട്ടത്തിൽ ഒത്തിരി യുവജനങ്ങൾ പറയാറുണ്ട്, എന്തിനാ പള്ളി പോകുന്നത്? പള്ളി മാത്രമോ ദൈവമുള്ളോ? ഈ കൂദാശകളൊക്കെ സ്വീകരിച്ചിട്ട് എന്താ കാര്യം? സ്വീകരിക്കാതിരിക്കുന്നവനും സ്വീകരിച്ചവനും തമ്മിലൊക്കെ എന്നാ വ്യത്യാസം? പിന്നെ എന്തിനാ പള്ളി പോകുന്നു? പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നു? പിന്നെ എന്തിനാ ധ്യാന കേന്ദ്രത്തിൽ പോകുന്നു? ഒരു തരത്തിൽ പറയുമ്പോൾ ശരിയാന്ന് തോന്നുന്നില്ലേ? ചിലപ്പോൾ യുവാക്കളൊക്കെ ഇരിപ്പുണ്ടാവും, കണ്ടോ അച്ഛൻ പറഞ്ഞു കറക്റ്റാണ്. പക്ഷെ പ്രശ്നം കിടക്കുന്ന അവിടെ അല്ല. എവിടെയാണ് പ്രശ്നം കിടക്കുന്നത്? അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തിനെ വിശ്വസിക്കുന്നു എന്നതാണ് അടിസ്ഥാനപരമായിട്ട് ഹൃദയത്തിൽ തിരിച്ചറിയേണ്ട സത്യം. എന്തിനാണ് വിശ്വസിക്കുന്നത്? ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ ഉള്ളിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന മാത്രമല്ല, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു വെച്ചത്, എന്നെ സ്വീകരിക്കുന്നവനിൽ ഞാൻ വസിക്കുന്നുണ്ട്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനിൽ ഞാൻ വസിക്കും, അവൻ എന്നിൽ വസിക്കും. കണ്ടോ?
അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അവിടുന്ന് എന്നിൽ വസിക്കുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 14:23 എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസമർപ്പിക്കുകയും ചെയ്യും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വന്ന് വാസമർപ്പിക്കുകയാണ്. ആരില്? വചനം പാലിക്കുന്നവനിൽ. അതുകൊണ്ട് എന്തിനാ പള്ളിയിൽ പോകുന്നത്? അത് ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനാണ്. അതിന് നീ അവിടെ ഇവിടെയും പോയി എന്തെങ്കിലും കണ്ടും കേട്ടും പോന്നാൽ മതിയോ? പോരാ. മറിച്ച് ക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കുമാറ് ആ വിശുദ്ധ ബലിയിലും ആ കൂദാശകളിലും ആ പ്രാർത്ഥനകളിലും നീ പങ്കുചേരാനായിട്ട് വിശ്വാസത്തിൻ്റെ തീഷ്ണതയുള്ള മനസ്സും ഹൃദയവും നിനക്കുണ്ടാകുമ്പോഴാണ് നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ പ്രകാശം നിറയുക, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി നിറയുക. അവിടാണ് നിന്റെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമായ മഹത്വമുള്ള കൃപ നിറഞ്ഞ ജീവിതമായിട്ട് രൂപാന്തരപ്പെടുക. ഇനി മൂന്നാമത്തെ ഒരു തലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പൗലോസ്ലീഹ എഫെസോസ് 3:17 പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർത്തേ. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി. അപ്പോൾ വിശ്വസിക്കുമ്പോൾ എന്താ സംഭവിക്കുക? വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസിയായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് നിലനിൽക്കുന്നുണ്ട്? സ്നേഹം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ 1-ാം ലേഖനം 4:16 നമ്മളിങ്ങനെ വായിക്കുക, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. ഇങ്ങോട്ട് നോക്കിക്കേ, അതായത് സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം, ആ ദൈവത്തിൽ നമ്മളെല്ലാവരും വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ വിശ്വാസം വഴി അടുത്ത പടി സ്നേഹത്തിലേക്ക് നമ്മൾ വളരുന്നു. ആ സ്നേഹത്തിൽ ജീവിക്കുമ്പോൾ വീണ്ടും എന്ത് സംഭവിക്കുന്നു? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി നമ്മളിൽ വെളിപ്പെട്ട് കിട്ടുന്നു. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായ മുദ്ര എന്താ? കുരിശല്ലേ? ആണോ? അല്ല. പിന്നെന്താണത്? ആ മുദ്രയാണ് ഹൃദയത്തിൽ പതിയുന്ന സ്നേഹത്തിൻ്റെ മുദ്ര. അതാണ് യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായം 35-ാം വചനത്തിൽ ഈശോ ഓർമ്മിപ്പിച്ച് വെക്കുക, നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. അപ്പോൾ യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹം. അപ്പോൾ നോക്കിക്കേ, ഹൃദയത്തിൽ സ്നേഹം നിറയുന്നവനാണ് ആര്? ക്രിസ്ത്യാനി. അപ്പോൾ ദൈവം എവിടെ വസിക്കുന്നത്? ഉള്ളിൽ. അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പാടിയത്, ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അതിന്റെ അവസാനത്തിൽ എന്താ നമ്മൾ പാടുക? അവസാനം എന്നിലേക്കു ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്കു ഞാൻ കടന്നു, അവിടെയാണ് ഈശ്വരന്റെ വാസം, സ്നേഹമാണ് ഈശ്വരന്റെ രൂപം. എന്താണ് രൂപം? സ്നേഹമാണ് ഈശ്വരന്റെ രൂപം. പ്രിയപ്പെട്ടവര്, സ്നേഹം മാത്രമായ ഒരു ദൈവം, ഹൃദയത്തിൽ വസിക്കുന്ന ഒരേ ഒരു ദൈവം, അതാണ് എന്ത്? യേശുക്രിസ്തു. ഒരു ക്രിസ്ത്യാനി അഭിമാനിക്കണം. എന്തോർത്ത്? അവൻ്റെ ഉള്ളിൽ വസിക്കുന്ന സ്നേഹസ്വരൂപനായ കാരുണ്യരൂപനായ ഒരു ദൈവത്തെ ഓർത്ത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വേറെ ആർക്കും കിട്ടാത്ത ഭാഗ്യമാണിതെന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ വേറൊരു വഴിക്കുമല്ല കേട്ടോ, മറിച്ച് സ്നേഹിക്കുന്ന കരുണയുള്ള കൃപ നിറഞ്ഞ ജീവിതത്തിൻ്റെ പ്രകാശം കണ്ടാണ്. യോശുവയുടെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 3-ാം വചനത്തിൽ വാഗ്ദാന പേടകം വഹിച്ചു കൊണ്ടുപോകുന്ന പുരോഹിതരെ കാണുമ്പോൾ അവരെ അനുഗമിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം പേറി സഞ്ചരിക്കുന്ന പുരോഹിതരെയാണ് നിന്റെ ജീവിതത്തിൽ നീ അനുകരിക്കേണ്ടത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ ദൈവജനം ഇഷ്ടപ്പെടുന്ന എന്താണ്? ദൈവ സാന്നിധ്യത്തിൽ വസിച്ച് ഇങ്ങനെ സക്രാരിയെപ്പോലെ കടന്നു പോകുന്ന ഒരു വൈദികനെ കാണുന്നതാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുമാറ് പുഞ്ചിരിക്കുന്ന, സ്നേഹിക്കുന്ന സന്യസ്തരെ കാണുമ്പോഴാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ മഹത്വം ചുറ്റുപാടുമുള്ള നാനാജാതി മതസ്ഥരായ വ്യക്തികൾ തിരിച്ചറിയുന്ന എവിടാണ്? ആ കുടുംബം ഒരു കരുണ നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോഴാണ്. ഇതാ രൂപപ്പെടുത്തി വരേണ്ടത്.
അപ്പോൾ അവസാനത്തെ ചിന്ത നമ്മൾ തിരിച്ചറിയുകയാണ്, എവിടാണ് ദൈവം വസിക്കുക? സ്നേഹിക്കുന്ന, കൃപ നിറഞ്ഞ ഒരു ജീവിതത്തിൽ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല തീരുമാനം എടുക്കണേ. അതായത് എനിക്കിനി ദൈവത്തിൻ്റെ വാസസ്ഥലമായിട്ട് മാറണം, എനിക്കിനി കൃപ നിറഞ്ഞൊരു ജീവിതമായിട്ട് മാറണം. നിനക്ക് രോഗങ്ങളോ പ്രതിസന്ധികളോ അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ നിൻ്റെ ഉള്ളിൽ ക്രിസ്തു സാന്നിധ്യം കൊണ്ട് ഒരു സമാധാനം അനുഭവിച്ചറിയാൻ നിനക്ക് പറ്റുന്നുണ്ടോ? എങ്കിൽ ദൈവം വസിക്കുന്ന ദേവാലയമാണ് നിൻ്റെ ഉള്ള്. ഇത് പരുവപ്പെട്ടിട്ടില്ലെങ്കിൽ ഇപ്പം കെട്ടിപ്പൊക്കണേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ കാണുന്നവരിലൊക്കെ അത് തിരിച്ചറിയാൻ പറ്റും. ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രകാശമുള്ള കണ്ണുകൊണ്ട് ജീവിതത്തെ നോക്കിക്കാണാൻ പറ്റുമ്പോഴാണ്. ചുറ്റുപാടുള്ളവരെയൊക്കെ ഇത്തിരി സ്നേഹത്തിൽ നോക്കിക്കാണാൻ പറ്റുന്നത് അവർക്കെല്ലാവർക്കും നന്മയുണ്ടാകുന്നത് കൊണ്ട് മാത്രമൊന്നുമല്ല, മറിച്ച് നമ്മുടെ കണ്ണുകൾ പ്രകാശമാനമാകുന്നത് കൊണ്ടാണ്. ആഗ്രഹിക്കാം തീഷ്ണതയോടെ ഈ ദിവ്യകാരുണ്യ സവിധയെ ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ഹൃദയം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം, ആത്മാവിൽ ജ്വലിക്കാം. ഓരോ ജീവിതങ്ങളിലേക്ക് യേശു വരട്ടെ. ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു. പരിപാലകനായ നായകനായ കടന്നു വരണം, എൻ്റെ ജീവിതത്തെ സ്പർശിക്കും. നീ വരണം, സ്നേഹമായി നീ വരണേ കർത്താവേ. ദൈവസാന്നിധ്യത്തിൻ്റെ ശക്തി കൊണ്ട് നിറയപ്പെടുന്നത് രോഗികൾ സുഖം പ്രാപിക്കും, ബന്ധനങ്ങൾ മോചിപ്പിക്കപ്പെടും, അസ്വസ്ഥതകൾ നീങ്ങപ്പെടും, കുടുംബത്തിൽ നിന്ന് അസമാധാനം നീങ്ങിപ്പോകും. ഈശോ വരട്ടെ. ഒരിക്കൽ കൂടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഈശോ കടന്നു വരുന്ന ദാഹത്തോടെ കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കടന്നു വരട്ടെ. ശക്തിപ്പെടുത്താൻ സൗഖ്യപ്പെടുത്താൻ കടന്നു വരട്ടെ. രണ്ട് കരങ്ങളും തമ്പുരാന്റെ സന്നിധിയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ കർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ്. ഈശോ എല്ലാവരെയും ആശീർവദിക്കുന്നൊരു സമയമാണിത്. കർത്താവിൻ്റെ ആശീർവാദം സ്നേഹത്തോടെ സ്വീകരിക്കുകയാണ്. കരങ്ങൾ രണ്ടും ഉയർത്തി യേശുവിൻ്റെ നാമത്തെ സ്നേഹത്തോടെ വിളിച്ചപേക്ഷിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ ദൈവസാന്നിധ്യം നമ്മളിലേക്ക് നിറയും. കർത്താവ് വന്ന് വസിക്കുന്ന അനുഭവം ഉണ്ടാവും. യേശുവേൻ്റെ ഉള്ളിൽ വസിക്കണമേ, യേശുവേനിൽ പ്രവർത്തിക്കണമേ, യേശുവേനിലൂടെ സംസാരിക്കണമേ. ഈ ആഗ്രഹത്തോടെ എല്ലാ ദൈവമക്കളും യേശുവിനെ വിളിച്ച് സ്തുതിക്കട്ടെ. ഈശോ അനേകരെ ആശീർവദിക്കുന്ന ബന്ധനക്കെട്ടുകൾ, അസ്വസ്ഥകൾ, രോഗങ്ങൾ യേശുവിന്റെ ശക്തിയാൽ നീങ്ങിപ്പോകും. യേശു കടന്നു വരുമ്പോൾ ക്ഷമയും സ്നേഹവും ധൈര്യവും സ്ഥൈര്യവും നിറയുന്നു. ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേ